നല്ല ബെസ്റ്റ് ഐഡിയ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ലെന്ന്. എനിക്കും അത് തോന്നി അച്ഛാ. എന്നിട്ട് മോ ഇതൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. അതപ്പോ അച്ഛന്റെ കോൺഫിഡൻസ് കണ്ടപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്താ. എന്നിട്ടിപ്പോ എന്തായി? അച്ഛൻ തന്നെയാണ് ചെയ്തതെന്ന് ഇപ്പൊ വീണ്ടും തെളിഞ്ഞില്ലേ? അച്ഛാ, മായമ്മ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അച്ഛനോട് എന്താ പറഞ്ഞേ? അവള് പഠിച്ച കള്ളിയാടാ, അവൾക്ക് എല്ലാം മനസ്സിലായിരുന്നു. അതാ എന്റെ അടുത്ത് പറഞ്ഞത്. അച്ഛാ, എനിക്കിപ്പോ തോന്നുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആവൂന്നാ. എന്താ ഐഡിയ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അച്ഛൻ തെറ്റ് ചെയ്തെന്ന് അമ്മയോട് പറ. ഒരു മാപ്പം പറഞ്ഞേക്ക്. ചെലപ്പോ അമ്മ ക്ഷമിച്ചാലോ? എനിക്കും അത് നല്ല ഐഡിയ ആയിട്ടാ തോന്നുന്നു. എടാ, നീ അല്ലേ പറഞ്ഞത് വർക്കാവില്ലെന്ന്? അതപ്പോ ഇതിപ്പോ ഇപ്പൊ തൽക്കാലം ഒന്നിനും പോകണ്ട. ആ ഐഡിയ പാടി നിൽക്കല്ലേ, അതിന്റെ ക്ഷീണം ഒന്ന് മാറിക്കോട്ടെ. ആ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആ, അത് മതി. അച്ഛൻ സാഹചര്യ സന്ദർഭവും നോക്കി ചെയ്യേ. പക്ഷേ ചിലപ്പോ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. അതച്ഛൻ മറക്കണ്ട. ഈ മോഹനേട്ടൻ എന്തൊക്കെയാ ചേച്ചി കാട്ടിക്കൂട്ടുന്നേ? എന്ത് കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങേരുടെ ഒരു ഉദ്ദേശം നടക്കാനും പോകുന്നില്ല. ആ മായ്മ വന്നപ്പോ തന്നെ മോഹനേട്ടൻ ഓരോന്ന് പറഞ്ഞ അവരെ തിരിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും മായ്മ ചേച്ചിയെ പൊന്നു പോലെ നോക്കിയേനെന്ന്. അപ്പൊ കണ്ടില്ലേ എന്ത് സ്നേഹത്തോടെ ചേച്ചിയോട് പെരുമാറുന്നേ? എന്നോടല്ലേ? നിന്നോടിപ്പോഴും ദേഷ്യം തന്നെയാണല്ലോ. എന്ത് പറഞ്ഞാലും നിന്റെ തറക്കെ കയറുന്ന കാണാമല്ലോ. അതവരുടെ മോന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ, അല്ലാതെ എന്റെ പ്രശ്നമാണോ? അയ്യോ, ദേടി എന്റെ മക്കള്. എത്ര നാളായി കണ്ടിട്ട്. എന്നെ അറിയോ? ഞാൻ നിങ്ങളുടെ അമ്മയാ. ഇത് നിങ്ങളുടെ കുഞ്ഞമ്മ. കണ്ടിട്ടുണ്ടോ എവിടെയും? അമ്മ കളിയാക്കാതെ. നീയൊക്കെ ഇപ്പോഴും എങ്ങനെയാടി നിന്റെയൊക്കെ അച്ഛനെ വിശ്വസിക്കുന്നത്? ഞാൻ അച്ഛനെ വിശ്വസിക്കുന്നത് നിർത്തി. ഞാനും നിർത്തി. അയ്യോ, അതെന്തു പറ്റി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ, ഞങ്ങളിപ്പോ അച്ഛനോട് പറഞ്ഞിട്ടാ വരുന്നത്. അമ്മയോട് എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാൻ. എന്നോട് ആരും ഒരു തെറ്റും ഏറ്റു പറയണ്ട, മാപ്പും പറയണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആരെങ്കിലും സോറി പറയുമ്പോ നമ്മൾ ക്ഷമിക്കണ്ടേ അമ്മ? ആഹാ, വേണോ? വേണോടി? ആ, എന്നാലേ രണ്ടിനെ എടുത്തിട്ട് ഞാൻ രണ്ട് പൊട്ടിക്കാം. എന്നിട്ട് ഞാൻ സോറി പറയാ. എങ്ങനെയുണ്ട്? പറയട്ടാ? അയ്യോ, എല്ലാ സോറി നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. അമ്മ പതുക്കെ ക്ഷമിച്ചാ മതി. ഞങ്ങളെ തല്ലിയൊന്നും വേണ്ട, ഉപദേശിച്ചാ മതി. ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലേടാ? എന്നാ വാടാ, നമുക്ക് പോവാ. അമ്മ അത്ര നല്ല മൂഡിലല്ല. വാ. ഇപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങേരുടെ തനി സ്വഭാവം. എന്നാലും ചേച്ചി ഇത്രയും നാളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? കള്ളനാണെന്ന് മനസ്സിലാക്കാൻ വൈകി. അതുപോലെ അല്ലായിരുന്നോ സ്നേഹപ്രകടനം? ആ, അതൊക്കെ വിട്. എന്തായി നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്ന കാര്യം? അത് 2 ദിവസം കഴിഞ്ഞ ചേച്ചി.